ഇത് ഞാൻ ഉണ്ടാക്കിയ ബ്ലൈൻഡ് ബാഗ് ആണ് ഗൈസ്. നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ. കമോൺ. ഓ, ഞാൻ ഉണ്ടാക്കിയ സ്കുഷിയാണല്ലേ, ഞാൻ മറന്നു. ഇന്ന് രാവിലെ 12 മണിക്ക് ഉണ്ടാക്കി ചെയ്തതാ, മറന്നുപോയി. കൊള്ളാലോ ഗൈസ്. പഞ്ഞിയൊക്കെ സൈഡിലായി, എല്ലാം പോയി, വൃത്തിയായിട്ടതായി. അങ്ങനെ നിങ്ങൾ കമന്റ് ചെയ്യണം ഗൈസ്. അങ്ങനെയാണിത്, ശരിക്കും അങ്ങനെയാണ്. നിങ്ങൾ കമന്റ് ചെയ്യുന്ന അങ്ങനെ തന്നെ വേണം എനിക്ക്. അപ്പൊ അത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അതൊരു കാശാണ്, കാശില്ലാട്ടോ ഗൈസ്, കാറിട്ടോ. എൻ്റെ ഫ്രണ്ട് അയിനൊക്കെയാണ് ഞാൻ ഈ സംഭവങ്ങൾക്കൊക്കെ കൂടുതൽ കൊടുക്കാറ്. ഒരു വിഷമമുണ്ട്. ഓൾ ദ ബെസ്റ്റ്. നല്ല വിഷമം. എൻ്റെ ബെസ്റ്റസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള കുട്ടിക ക്ലാസ് മാറിയിരിക്കുന്നു, ഡിവിഷൻ മാറ്റിയിരിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഡിവിഷൻ മാറ്റിയത്. കാരണം അവളുള്ളപ്പോഴാണ് എനിക്ക് കളിക്കാനും സംസാരിക്കാനൊക്കെ പറ്റുന്നത്. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൊട്ടിച്ചതാണ്. അപ്പോൾ ഇത് അടച്ചേ. ബ്ലൈൻഡ് ബാഗാണ് ഗൈസ് ഞാൻ ഉണ്ടാക്കുന്നത്. സംശയമില്ലെങ്കിൽ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ബ്ലൈൻഡ് എഴുതി വെച്ചിട്ടില്ല, ബാഗ് എന്ന് എഴുതി വെച്ചിട്ടുള്ളത്. കാരണം എനിക്ക് ബ്ലൈൻഡ് എഴുതാൻ അറിയൂല. ഞാൻ ഇപ്പോൾ 2ലാണ്. എനിക്ക് ശരിക്കും കഷ്ടകാലാണ് സ്കൂളിൽ പോകുന്നത്. മടിയാന്ന് വിചാരിച്ചിട്ടല്ല ഗൈസ്, അങ്ങനല്ല. കഴിക്കൊരു ഒഴിവ് കിട്ടാനില്ല. എല്ലാവരും ഓർഡർ ഇട്ടുകൊണ്ടിരിക്കുക. അത് വേണം, സ്കുഷി വേണം, ബ്ലൈൻഡ് ബാഗ് വേണം, പിന്നെ കാർഡ് വേണം, 2 സ്കുഷി വേണം, പിന്നെന്തോ ക്രാഫ്റ്റിൻ്റെ ഏതെങ്കിലും ഒരു സാധനം വേണം, ലബുബ് വേണം, പിന്നെ ബോക്സ് വേണം, എല്ലാം വേണം, എല്ലാം വേണം. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം ഒരു ബ്ലൈൻഡ് ബാഗ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക്. നിങ്ങൾ ഇതുപോലത്തെ ക്രാഫ്റ്റൊക്കെ ചെയ്യണേ, ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് വെച്ച് ഒരാളെ വരയ്ക്കുക. നിങ്ങൾക്ക് ഞാൻ ക്രാഫ്റ്റ് പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ ലബൂബനായിക്കോട്ടെ, ഒരു വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ലൈൻസ് വരയ്ക്കുക. എന്നിട്ട് കട്ട് ചെയ്യുക. കളർ ചെയ്തിട്ട് വേണം ലൈൻസ് വരയ്ക്കാൻ. ഇവിടെ സ്ക്വയർ വെച്ചിട്ട് അതുപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് ബ്ലാക്ക് ബാഗിൽ വെച്ച് കാര്യം കഴിക്കും.